ഇറാന്റെ മുൻ പരമോന്നത അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് നാളെ തുടക്കമാവുകയാണ്. ടെഹ്റാനിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ശവമഞ്ചത്തിന്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. 7-ാം നൂറ്റാണ്ടിലെ കർബല യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കൊച്ചുമകൻ ഹുസൈൻ ഇബ്നു അലിയുടെ ചുവന്ന പതാകയിൽ പൊതിഞ്ഞ നിലയിലാണ് ശവമഞ്ചം. ഇന്ന് വിദേശമന്ത്രിമാർ പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങ് നടക്കും. സുരക്ഷ കണക്കിലെടുത്ത് നിലവിലെ പരമോന്നതാവ് മുജ്തബ ഖമനേയി ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് ഇസ്രായേലിന്റെ ഭീഷണിയുണ്ട്. ഇസ്രായേലിന്റെ മൊസാദിന്റെ ഭീഷണി മുജ്തബയ്ക്കുണ്ട്. മുജ്തബ പൊതുമധ്യത്തിൽ വന്നാൽ, പ്രത്യക്ഷപ്പെട്ടാൽ മുജ്തബയെ വധിക്കുമെന്നാണ് ഭീഷണിയുള്ളത്. അതിനാൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. തനിക്ക് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അത് തൽക്കാലം സാധിക്കില്ല എന്ന് മുജ്തബ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ലോക നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു അതിക്രമത്തിന് ഇസ്രായേൽ ശ്രമിക്കില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ അപ്പോഴും മുജ്തബ വെട്ടപ്പെട്ടാൽ, പുറത്തു വന്നാൽ മുജ്തബയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയേക്കാം. അത്തരമൊരു ഭീതി കൂടി ഇറാനുണ്ട്. തീർച്ചയായിട്ടും വലിയ സുരക്ഷ തന്നെയാണ് ടെഹ്റാനിൽ അയത്തുള്ള അലി ഖമനയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിരവധി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയാണെങ്കിലും പല മേഖലകളിലും വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണത്തിന് പുറമെ അവരുടെ രാജ്യത്ത് തന്നെയുള്ള ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നുള്ള ഭീതിയിലാണ് ഇറാന്റെ അധികൃതരെന്ന് പറയുന്നത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇതിനു മുൻപേ ഇറാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ 2 സംസ്കാര ചടങ്ങുകൾ എന്ന് പറയുന്നത് ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷന് നേതൃത്വം നൽകിയ ആയത്തുള്ള റുഹല്ല ഖമനയുടെ സംസ്കാര ചടങ്ങായിരുന്നു. അദ്ദേഹം മരിച്ച് പിന്നീട് 1989 ജൂൺ 3-ാം തീയതിയായിരുന്നു റുഹത്തുള്ള ഖമനയുടെ സംസ്കാര ചടങ്ങ്. അന്ന് വലിയ ഒരു ആൾക്കൂട്ട ദുരന്തം തന്നെ ഇറാനിലുണ്ടായി. ഏതാണ്ട് 1 കോടിയിലധികം ജനങ്ങൾ അദ്ദേഹത്തിന്റെ സംസ്കാരം കാണാൻ എത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനുശേഷം വലിയൊരു ദുരന്തമുണ്ടായത് 2020 അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഖാസിം സുലൈമാനിയുടെ സംസ്കാര ചടങ്ങിലായിരുന്നു. ഇറാനിലെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഖുദ്സ് ഫോഴ്സിന്റെ തലവനും കൂടിയായിരുന്നു അദ്ദേഹം. ആ സംസ്കാര ചടങ്ങിൽ ഇറാൻ പുറത്തുവിട്ടിട്ട് നമുക്ക് അറിയാവുന്ന കണക്ക് വെച്ചിട്ട് അതിൽ ആൾക്കൂട്ട ദുരന്തത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടത് 56 പേരാണ്. 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ദുരന്തത്തിൽ. അപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങ് കാണാനും അതുപോലെ വലിയൊരാൾക്കൂട്ടം അവിടേക്ക് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നിലവിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നതിന് 1 ദിവസം മുൻപേ ഇത്തരത്തിലൊരാൾക്കൂട്ടമാണെങ്കിൽ സംസ്കാര ചടങ്ങിലേക്ക് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ശവമഞ്ചരത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പൊതിഞ്ഞിരിക്കുന്നത് ഒരു ചുവന്ന കൊടി കൊണ്ടാണ്. ഈ ചുവന്ന കൊടി എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിലെ കർബല യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കൊച്ചുമകൻ ഹുസ്നൈൻ ഇബ്നു അലിയുടെ ഒരു പ്രതീകമായിട്ടുള്ള ചുവന്ന പതാകയാണ്. ഷിയ മുസ്ലിങ്ങളുടെ ഒരു വലിയ സിംബലാണ് ഈ പതാക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചുവന്ന പതാകയിൽ പൊതിഞ്ഞ നിലയിലാണ് ആയത്തുള്ള അലി ഖമനയുടെ ഒരു ശവമഞ്ചരം ഒരുക്കിയിട്ടുള്ളത്. ഇതിനെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇറാനിലുള്ള 3 നഗരങ്ങളിൽ ഈ മൃതദേഹം വലം വയ്ക്കും. ഇറാനിലുള്ള ടെഹ്റാൻ, അതുപോലെ ഖോം, മഷാദ് എന്നീ നഗരങ്ങളിൽ ഈ മൃതദേഹം കൊണ്ടുപോകും. മഷാദിൽ വെച്ചാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും 2 കോടിയിൽ പരം ആളുകൾ ഈ ചടങ്ങുകളുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാനിലും ഇറാഖിലും അടക്കം 5 നഗരങ്ങളിൽ വിലാപയാത്രയുണ്ടാകും. ലോക നേതാക്കൾ 90ഓളം ലോകരാജ്യങ്ങളുടെ നേതാക്കൾ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇറാനിൽ ഒരുക്കിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.